ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ സദ്യ സ്പെഷ്യൽ കറി എന്തെങ്കിലും ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സദ്യ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് യൂസ്ഫുള്ളും ആവുമല്ലോ. ഇന്നിപ്പോൾ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിനു വേണ്ടി 2 ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മൺചട്ടിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കടായി ഏതെങ്കിലും എടുത്താലും മതി. അപ്പോൾ അത് ആ ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1-1.5 ഗ്ലാസ് വെള്ളം, അതൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെച്ച് ബീട്രൂട്ട് ഒന്ന് വേവുന്നേം വരെ കുക്ക് ചെയ്ത് കൊടുക്കണേ. അതവിടെ ഇരുന്ന് വേവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് അരപ്പെന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഒരു 8-9 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിലവർ കടുക് ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് കടുക് ചേർത്തു. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്മൂത്ത് പേസ്റ്റ് ആവുന്നതും വരെ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം അധികം നീളാൻ പാടില്ല. ഇതുപോലെ ഒരു തിക്ക് പേസ്റ്റായിട്ട് വേണം കിട്ടാനായിട്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് നോക്കാം. അപ്പോൾ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ആ വെള്ളമൊക്കെ കുറച്ചുകൂടെ ഒന്ന് വറ്റി വരണം, അല്ലെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസി മാറിപ്പോവും. അപ്പോൾ അത് കാരണം വെള്ളമൊക്കെ വറ്റിച്ച് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ലോയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് തേങ്ങയുടെയൊക്കെ പച്ചമണമൊക്കെ മാറുന്നതും വരെ ഒന്ന് കുക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറാൻ മാറ്റി വെക്കാം. ഇനി വേണ്ടത് 1 കപ്പ് തൈരാണ്. കട്ട തൈരാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് തിക്ക് കൺസിസ്റ്റൻസി, ക്രീമി കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്മൂത്ത് ആക്കിയതിന് ശേഷമാണ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കറിക്ക് ഒത്തിരി ചൂട് പാടില്ല. ഒരു ചെറിയ ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരുമാതിരി തണുത്തതിന് ശേഷം ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് താളിക്കാനുള്ളത് നോക്കാം. അപ്പം ഇവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടിയതിന് ശേഷം 3 ചുവന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും, അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡിയാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പം വേറെയും കുറച്ച് സദ്യ സ്പെഷ്യൽ കറീസ് നേരത്തെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അപ്പം കണ്ടു നോക്കണേ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, കൺസിസ്റ്റൻസി കാണിക്കാനാണ്. അപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ടു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.